സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതങ്കാലദേശാവതിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷ ഗുരുഭവനപുരേ ഹംദഭാഗ്യഞ്ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാഥശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിൽ ഋഷഭദേവ ചരിതമാണ് നമ്മൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ 6-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു കഴിഞ്ഞത്. രാജ്യം ഭരിക്കാൻ തുടങ്ങിയപ്പോൾ ഋഷഭദേവനോട് അസൂയപ്പെട്ട് ദേവേന്ദ്രൻ മഴ പെയ്യിച്ചില്ല. ഭഗവാൻ നിഷ്പ്രയാസം മഴ പെയ്യിച്ചു. അങ്ങനെ ദേവേന്ദ്രന് ഭയമായി. ഇത്രയും ശക്തിയുള്ള ഒരാളോടാണോ താൻ കളിച്ചത്? പിന്നെ അതുകൊണ്ട് ദോഷം ഉണ്ടാവുമെന്ന് കരുതി മിത്രത്വം സ്ഥാപിക്കാൻ തൻ്റെ പുത്രിയായ ജയന്തിയെ ഇന്ദ്രന് ഭഗവാന് ഋഷഭദേവന് വിവാഹം കഴിച്ചു കൊടുത്തു. അതിൽ 100 പുത്രന്മാരുണ്ടായി എന്ന് പറയാണ്. അസംഖ്യം എന്നർത്ഥേ ഉള്ളൂ, എണ്ണത്തുമ്പിൽ പിടിക്കേണ്ട. അസംഖ്യം പുത്രന്മാരുണ്ടായി. ആ പുത്രന്മാരുടെ അവസ്ഥകളാണ് അടുത്ത ശ്ലോകം മുതൽ പറയണത്. അവരാരൊക്കെയായി തീർന്നു? നവാഭവൻ യോഗിവരാ നവാന്യേ ത്വപാലയൻ ഭാരതവർഷഖണ്ഡാൻ സൈകാത്വശീതിത്തവശേഷപുത്ര തപോബലാത് ഭൂസുരഭൂയമീയു. 9 ആൾക്കാർ നവയോഗികളായി എന്നാണ്. കവി, അരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ആവിർഹോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാജനൻ. തിരുനാവായയിലെ പ്രതിഷ്ഠ നടത്തിയത് ഈ നവയോഗികളാണ് എന്നാണ് അയ്യർ പറഞ്ഞു വരണത്. സാളഗ്രാമം അവിടെ എല്ലാം ഉണ്ടായിരുന്നു എന്നും ആ സാളഗ്രാമം എല്ലാം താണുപോയി. ഒരു സാളഗ്രാമം പ്രതിഷ്ഠിച്ചപ്പോൾ മാത്രം അത് പ്രതിഷ്ഠയായിട്ട് കണ്ടു എന്നും ഒക്കെ ഐതിഹ്യമുണ്ട്. നവാഭവൻ 9 ആളുകൾ യോഗിവരന്മാരായി കവിഹരി മുതലായ നവയോഗികൾ ആയിട്ട് തീർന്നു. നവാമുകുന്ദ എന്ന് പറയാൻ അതാ കാരണം. നവ എന്ന് പറഞ്ഞാൽ 9 ആൾക്കാരാൽ പ്രതിഷ്ഠിച്ച മുകുന്ദൻ നവാമുകുന്ദൻ. ആ 9 ആളുകൾ. പിന്നൊരു 9 ആളോ നവ അന്യേ നവ. മറ്റ് 9 ആൾക്കാർ ഭാരതത്തിൻ്റെ 9 ഭാഗങ്ങൾ ഭരിച്ചു, പാലിച്ചു. നവാന്യേ ഭാരതവർഷഖണ്ഡാൻ പാലയാൻ. 9 ഭാരതവർഷഖണ്ഡത്തെ പാലിച്ചു. അന്യേ നവതു ഭാരതവർഷഖണ്ഡാൻ പാലയൻ. തു ആവട്ടെ അവ്യയാണ്. തു അപാലയൻ ഭാരതവർഷഖണ്ഡാൻ. അപ്പോൾ 9 ആൾ നവയോഗികളായി. 9 ആൾ 9 ഭാഗം പാലിച്ചു. 9 9 18 ഇല്ലേ? ഇനി ബാക്കി എത്ര ആളുണ്ട്? 18 കഴിഞ്ഞാൽ 82 ആൾക്കാരുണ്ട്. ആ 82 ആൾക്കാരിൽ ഒരാളാണ് ഭരതൻ. അടുത്ത ദശകത്തിലത്തെ കഥ. ദശകത്തിൽ കഥയൊന്നുമില്ല കേട്ടോ. മാരണീയത്തിൽ ഭരതൻ പറയണില്ല കഥ. ഭരതൻ ഉണ്ടെന്ന് മാത്രം പറഞ്ഞിട്ട് അടുത്ത കഥയിലേക്കാണ് കിടക്കുകയാണ്. ഭരതൻ്റെ കഥ ഭാഗവതത്തിൽ വിസ്തരിച്ചിട്ട് തന്നെയാണ് പറയണം. 3 അധ്യായം കഥയും ബാക്കി 5 അധ്യായം ഉപദേശവും. 5, 3, 8 അധ്യായത്തിലാണ് ഭരതകഥ പറയുക. 5 അധ്യായം ഉപദേശമാണ് രഘുകണ്ണോട്. ഇവിടെ അത് പറയണേ ഇല്ല. അപ്പോൾ ഒരാളാണ് ഭരതൻ. ബാക്കി 9 ആൾ നവയോഗി. ബാക്കി 9 ആളോ 9 ഖണ്ഡങ്ങൾ പാലിച്ചു. 9 9 18 1 19 ആയി. ഇനി ബാക്കിയോ 81 ആളുകളുണ്ട്. സൈകാ ത്വശീതി തവ ഏകാത്വശീതി പറഞ്ഞാൽ 81. അശീതി 80, ഏകം 80 + 1 ഒക്കെ സംസ്കൃതത്തിൽ നമ്പർ പറയുക. അപ്പോൾ ഏകാത്വശീതി എന്ന് പറഞ്ഞാൽ 81. ഏകാശീതി തമോധ്യായ 81-ാം അധ്യായത്തിന് അങ്ങനെ പറയാം. അശീതി 81 ആൾ ബ്രാഹ്മണരായി എന്ന് പറയണം. തവ ശേഷപുത്ര ബാക്കിയുള്ള പുത്രന്മാർ തപോബലാത് ഭൂസുരൻ ബ്രാഹ്മണൻ. 81 ആൾക്കാർ ഒറ്റയടിക്ക് ബ്രാഹ്മണരായി. എങ്ങനെ ബ്രാഹ്മണരാവും? ഋഷഭദേവൻ ശരിക്കും ക്ഷത്രിയനാണ്. ക്ഷത്രിയൻ്റെ മക്കൾ ബ്രാഹ്മണരാവുമോ? ആവും. ഇവിടെ ബ്രാഹ്മണ്യം എപ്പോഴും
ജന്മം കൊണ്ടല്ല, കർമ്മം കൊണ്ടാണ്. ഇതേലും കൂടി പറഞ്ഞിട്ടുണ്ടത്. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ. ജന്മകർമ്മ എന്ന് പറഞ്ഞില്ല. അങ്ങനെ ഈ ശ്ലോകം ആക്കാം. പക്ഷെ അങ്ങനെയല്ല പറയുന്നത്. ഗുണവും കർമ്മവും ഒരാളുടെ കർമ്മമാണ് ബ്രാഹ്മണ്യത്തെ നിശ്ചയിക്കുന്നത്, ജന്മമേ അല്ല. ചിലരൊക്കെ അതിൽ നെറ്റിച്ചുളിക്കും. ഞങ്ങളിപ്പോൾ ബ്രാഹ്മണരായിട്ട് ജനിച്ചിട്ട് ഞങ്ങൾക്കൊരു സ്ഥാനമില്ല എന്നാണോ പറയണത്? നെറ്റി ചുളിച്ചിട്ടൊന്നും കാര്യമില്ല. ഭാഗവതവും ശാസ്ത്രവും അങ്ങനെയാണ് പറയണത്. 10 സംഗതികളിൽ ഒന്ന് മാത്രമാണ് ജന്മം. അത് ഞാൻ എപ്പോഴും അടിച്ചുറപ്പിച്ച് പറയും. 10 സംഗതികളുണ്ട് ഒരാൾക്ക് ബ്രാഹ്മണ്യാവാനും ശ്രേഷ്ഠത ഉണ്ടാവും. ബ്രാഹ്മണ്യം എന്ന് പറഞ്ഞാൽ തന്നെ ശ്രേഷ്ഠത എന്നർത്ഥമാണ്. ജന്മമല്ല അത് നിശ്ചയിക്കണത്. ജന്മത്തിന് വലിയ സ്ഥാനമൊന്നുമില്ല. 9 കാര്യം തികഞ്ഞു ജന്മം അല്ലെങ്കിൽ അയാൾ ബ്രാഹ്മണനാണ്. ജന്മം ബ്രാഹ്മണകുലത്തിലായി, ബാക്കി 9 ഇല്ലെങ്കിലോ അയാൾ ബ്രാഹ്മണനാവുമോ? തോന്നിയത് കഴിച്ച് നടക്കുക, തോന്നിയത് പറഞ്ഞ് നടക്കുക, തോന്നിയത് കാട്ടി നടക്കുക, പിന്നെ അയാൾ എങ്ങനെ ബ്രാഹ്മണനാവുക? അപ്പോൾ ഋഷഭദേവൻ്റെ 81 മക്കൾ ക്ഷത്രിയരായിട്ടും അവർ ബ്രാഹ്മണരായി. അവരുടെ കർമ്മമാണ് അവരെ ബ്രാഹ്മണരാക്കിയത്. വ്യക്തമായിട്ട് ഭാഗവതത്തിലും പറയണു, അത് നാരായണീയത്തിൽ എടുത്ത് പറഞ്ഞിരിക്കുന്നു. തപോബലാത്, തപോബലം ഉണ്ടാവണം ബ്രാഹ്മണനാവണം വെച്ചാൽ, അല്ലാണ്ട് ജനിച്ചിട്ട് കാര്യമില്ല. തപോബലാത് ഭൂസുര ഭൂയം ഈയു, അവർ ഭൂസുരന്മാരായിട്ട് തീർന്നു. 9 ആൾക്കാർ നവയോഗികളായി. നവാഭവൻ യോഗിവര നവയോഗികൾ. നവ അന്യേ ഭാരതവർഷഖണ്ഡാൻ പാലയൻ, 9 ഭാരതഖണ്ഡങ്ങളെ പാലിച്ചു. ഇപ്പോൾ 9 9 18. ഭരതനാണ് ഒരാൾ, 19. സൈഗാത്തു അശീതി സ്തവ ഏകാ പ്ലസ് അശീതി 81. ബാക്കി 81 ആളുകൾ തപോബലാത് ഭൂസുര ഭൂയമീയു ബ്രാഹ്മണരായി. ജന്മമല്ല ബ്രാഹ്മണ്യം നിശ്ചയിക്കുന്നത്, കർമ്മമാണ്. ഇനി അടുത്ത ശ്ലോകം. ഉക്വാസുദേഭ്യോത മുനീന്ദ്രമധ്യേ വിരക്തി ഭക്തന്നിതമുക്തിമാർഗം സ്വയംഗത പരമഹംസ വൃത്തിം അഥ. കൂടി ചേരുമ്പോൾ വൃത്തിമഥ, മാ അവിടെ ഇല്ല ശരിക്ക്. വൃത്തിമഥ ചേരുമ്പോഴാണ് മാ വരുന്നത്. ജഡോന്മത്ത പിശാചര്യ, അത് സാധാരണക്കാർക്ക് ലേശം വിഷമമുള്ള ധർമ്മമാണ്. ആ ധർമ്മം മറ്റുള്ളവർക്ക് അനുകരിക്കാൻ വിഷമമുണ്ട്. അതെന്താ? അത് ഉക്വാസുദേഭ്യോത, എല്ലാ മക്കളെയും വിളിച്ച് ഋഷഭദേവൻ നല്ലത് പറഞ്ഞു കൊടുത്തു. അച്ഛൻ്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ കാശുണ്ടാക്കി കൊടുക്കുക മാത്രമല്ല, നല്ലത് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ മക്കളുടെ ധർമ്മം അതനുസരിക്കുക, സംശയമില്ല. തൻ്റെ കീഴിൽ കിട്ടിയ ശിഷ്യന്മാരെയും മക്കളെയും നല്ല ധർമ്മം അനുഷ്ഠിക്കുക, അത് നല്ലതാണ് എന്ന് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അനുഷ്ഠിക്കുക മക്കളുടെ കടമയാണ്. അപ്പോൾ ഈ ഋഷഭദേവൻ തൻ്റെ മക്കൾക്ക് ധാരാളം കാശുണ്ടാക്കി കൊടുത്തു എന്ന് ഇവിടെ പറഞ്ഞില്ല. പിന്നെ എന്തേ പറഞ്ഞ്? വിരക്തി ഭക്തി അന്യത മുക്തി മാർഗം. ഈ ഉണ്ടായ ലോകകാര്യങ്ങളൊന്നും ശാശ്വതമല്ല എന്ന അറിവാണ് ഉണ്ടാവേണ്ടത്. അല്ലേ? പല ആൾക്കാരും ചോദിക്കലുണ്ട്, ഇത്ര കാലം ഭാഗവതം കൊണ്ട് നടന്നിട്ട് നിങ്ങൾക്ക് എന്തേ കിട്ടിയേ? വലിയൊരു കാര്യം കിട്ടിയിട്ടുണ്ട്. ഈ മറ്റുള്ളവർക്ക് കിട്ടിയ കാര്യങ്ങൾ ശാശ്വതമല്ല എന്നുള്ള അറിവ്, അത് വലിയൊരു കാര്യമാണ്. അവരിപ്പോൾ എന്തൊക്കെ കിട്ടി? അതൊന്നും ശാശ്വതമല്ല എന്ന അറിവ് അവർക്ക് ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ ഉണ്ടായിനും വരാം, ഇല്ല എന്ന് എല്ലാവർക്കും പറയുന്നില്ല. പക്ഷെ ഇത് എടുത്തവർക്ക് അതുണ്ടാവും. ഇവിടെ ഉണ്ടായതൊക്കെ ഇവിടെ ഇട്ട് പോകേണ്ടതാണ്. അതാണ് വിരക്തി. ഇതിനോട് വല്ലാതെ ആർത്തി പിടിച്ച് പോയിട്ടൊന്നും കാര്യമില്ല. സ്വത്തായാലും ധനമായാലും വേറൊന്നായാലും ഇല്ലേ, എത്ര കലഹം അതുമൂലം ഉണ്ടാവണം, എത്ര ജീവഹാനി ഉണ്ടാവണു, അടിപിടി ഉണ്ടാവണു. അതാണ് കുചേലനെ വർണ്ണിക്കുമ്പോൾ തന്നെ പറയും, ജുഗുപ്സമാനോപി, ധനത്തിൽ വിരക്തി വെറുപ്പ് അത്രേ കുചേലന്. എല്ലാവരും ചോദിക്കും, എന്തേ കുചേലന് ദാരിദ്ര്യം കൊടുത്തത്? അദ്ദേഹത്തിന് അത് വേണ്ടത്. ജുഗുപ്സമാനോപി എന്നാ, പണത്തിനെ വെറുപ്പാണ്. വെറുപ്പുള്ള സാധനം ഭക്തന് ഭഗവാൻ കൊടുക്കുമോ? ജുഗുപ്സമാനോപി ധനേ, കാരണം മദാവഹേ, അഹങ്കാരം ഉണ്ടാക്കും. മദാവഹേ ധനേ ജുഗുപ്സിതം, അത്രയധികം ധനത്തിനെ
വെറുത്തിരുന്ന ഒരാളാണ് കുചേലൻ. പിന്നെ എങ്ങനെ ദാരിദ്ര്യം കൊടുക്കാണ്ടിരിക്കുക? തനിക്ക് ആവശ്യമുള്ളതല്ലേ ഭഗവാൻ കൊടുക്കുക. അപ്പോൾ ഇതൊന്നും കാര്യമില്ല. ആലോചിച്ച് നോക്കൂ, വിരക്തി ഉണ്ടാവുക. ആ വിരക്തി ഭക്തിയോട് ചേർന്ന മുക്തി മാർഗം, ഇതാണ് അസറ്റ്. അത് ആ ഋഷഭദേവൻ കുട്ടികൾക്ക് ഉപദേശിച്ചു. ഒറ്റ വരിയിൽ ഒതുക്കിയിട്ടോ. ഇവിടെ ഭാഗവത്തിൽ പറയുകയാണെങ്കിൽ ഒരുപാട് ശ്ലോകങ്ങളാണ് പറയണം. ഒരു അധ്യായത്തിൽ മേജർ ഭാഗവും അധിക ഭാഗവും എന്താണ് ഈ ഉപദേശം, ഋഷഭോപദേശം. അതെന്താണ്? ന്യായം ദേഹോ ദേഹഭാജാന്ത്രിലോകേ കഷ്ടാനർഗാൻ വിട്പുജാന്യേ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. ഈ ജീവികളും പക്ഷികളും തിന്നു പോകുന്ന ശരീരം ഞാനാണ് എന്നും ശാശ്വതമാണ് എന്നും കുട്ടികളെ അഭിമാനിക്കരുത്. വിട്പുജാം മറ്റ് പക്ഷികൾ ഭക്ഷിച്ച് കാഷ്ടമായി പോകുന്ന ശരീരമാണത്. അപ്പോൾ ഇതിലുള്ള അഭിമാനത്തെ ആദ്യം വിടൂ. പക്ഷേ നമുക്കിത് മരിക്കണ വരെ നിലനിർത്തണം എന്നല്ലാണ്ട് മരിച്ചതിന് ശേഷം ഈ ശരീരത്തെക്കുറിച്ച് യാതൊന്നും അവശേഷിക്കണില്ല എന്നങ്ങനെ പറഞ്ഞ് വിശദമായിട്ടൊരു ഉപദേശമാണ്. ന്യായം നല്ലൊരു ഉപദേശം, ഋഷഭോപദേശം. അതിവിടെ വിരക്തി ഭക്തി അന്യത മുക്തി മാർഗം എന്ന വാക്കിൽ ഒതുക്കി. അതുകൊണ്ട് ഭക്തി ഉണ്ടാവുക. അമ്മയാവട്ടെ, അച്ഛനാവട്ടെ, ഭർത്താവട്ടെ, ഗുരു ആവട്ടെ, അവരൊക്കെ അതാത് സ്ഥാനത്തിന് അർഹനാവുന്നത് അല്ലെങ്കിൽ അർഹരാവുന്നത് ഈ ഒരു അറിവ് തൻ്റെ കീഴിൽ കിട്ടിയവർക്ക് കൊടുക്കുകയാണ്. അവരാണ് യഥാർത്ഥത്തിൽ ആ സ്ഥാനത്തിന് അർഹത. ഗുരു ആരാണ്? ഈശ്വരകാര്യം പഠിപ്പിക്കുന്നവരാണ് ഗുരു. മറ്റതൊക്കെ അധ്യാപക തൊഴിലാളി യാത്രയാവുന്നുള്ളൂ. കുട്ടിക്ക് ഈ ലോകത്തിലേക്കുള്ളതേ പഠിപ്പിക്കുന്നുള്ളൂ. ഒരു ഗുരു എന്നുള്ള സ്ഥാനത്തിന് അർഹരല്ല. അപ്പോൾ അതാണ് ഗുരു. അച്ഛനാരാണ്, അമ്മയാരാണെന്നൊക്കെ കുറേ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടൊരു ഉപദേശമാണ് ശ്രീമദ് ഭാഗവത്തിൽ. വിരക്തി ഭക്തി അന്യത മുക്തി മാർഗം. തൻ്റെ മക്കളെ കൊണ്ട് വിളിച്ചു. അപ്പം ഈ സത്സംഗത്തിന് ഋഷഭദേവന് നോട്ടീസ് അടിക്കുക, പരസ്യം കൊടുക്കുക ഒന്നും വേണ്ട. കുട്ടികളൊക്കെ വരിൻ, സത്സംഗം തുടങ്ങായി എന്ന് പറഞ്ഞാൽ 100 ആൾക്കാർ അപ്പം തന്നെ. അവരൊക്കെ അനുസരണമുള്ളവരുമാണ്. ഇതാ സത്സംഗം തുടങ്ങായി, എല്ലാവരും വരിൻ എന്ന് പറഞ്ഞാൽ 100 ആളായി. 100 ആൾ നമ്മൾ നോട്ടീസ് അടിച്ചാൽ കിട്ടണില്ല, അടയ്ക്കേ പോകും. അപ്പോൾ അത് സത്സംഗത്തിന് സദസ്സിനെ ഉണ്ടാക്കേണ്ട വിഷമം ഋഷഭദേവനില്ല. വിരക്തി ഭക്തി അന്യത മുക്തി മാർഗം സ്വയംഗത പാരമഹംസ്യ വൃത്തി. ഒടുവിലോ താൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ സ്വയം ജീവിതത്തിൽ പകർത്തുക. വലിയൊരു കാര്യമാണ്. അത് ഋഷഭദേവൻ ചെയ്തു എന്ന് പറയുകയാണ്. പാരമഹംസ്യ വൃത്തി എന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങോട്ട് മക്കൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഈ രാജ്യം അതൊക്കെ ഉപേക്ഷിച്ചു. കാട്ടിൽ പോയി ഒന്നിലും തൽപരത ഇല്ല. ഭക്ഷണം പോലും വേണ്ട. വായി തുറന്നാണ് കിടക്കുക. വല്ലവരും വായിൽ കൊണ്ടുപോയി കൊടുത്താൽ കഴിക്കും. അത് ഇറക്കാൻ പോലും ശ്രദ്ധയില്ലാതെ വല്ലാത്തൊരു അവസ്ഥ. അതിലാണ് പാരമഹംസ്യചര്യ എന്ന് പറയുക. അതെല്ലാവർക്കും പറ്റണ ഒരു കാര്യമല്ല. അവധൂതചര്യ എന്ന് പറയും അതിന്. അങ്ങനത്തെ ഒരാൾക്ക് ശുദ്ധമില്ല, അശുദ്ധമില്ല, നല്ലതുമില്ല, ചീത്ത ഒന്നും എല്ലാറ്റിലും അങ്ങോട്ട് അതീത. ഒരു ചിന്തയില്ല മനസ്സിൽ. അത് ശരിയാണോ, ഇത് ശരിയാണോ, അത് ശുദ്ധമാണോ, അത് അശുദ്ധമാണോ, ഈ ചിന്തയൊന്നും വരാത്ത ഒരവസ്ഥയ്ക്കാണ് അവധൂതാവസ്ഥ എന്ന് പറയുക. അവധൂതന്മാർ പുറത്തേക്ക് കണ്ടാൽ വലിയ കേമത്തുണ്ടാവില്ല. വൃത്തിയില്ലാത്ത വേഷമായിരിക്കാം. ചില ദിവസം കുളിക്കുകയോ വല്യേക്ക് അടക്കം ചെയ്തില്ലെങ്കിലും അവർക്ക് അശുദ്ധമില്ല. കാരണം അവർ ആത്മാവുകൊണ്ട് ഈശ്വരനിൽ എത്തിക്കഴിഞ്ഞു. ഈ ശരീരം പോകുന്നവരെ അതിനെ ധരിക്കണം എന്നല്ലാണ്ട് ആ ശരീരത്തിന് അതിന് തീർത്തും വിട്ടിരിക്കണു അവസ്ഥയ്ക്കാണ് അവധൂതചര്യ. അത് ലോകത്തിന് കാണിച്ചു കൊടുത്തു. താൻ ഉപദേശിച്ച കാര്യം അതേപോലെ അനുഷ്ഠിച്ച് കാണിച്ചു കൊടുത്തു. ഭഗവാന്റെ ഒരു പ്രത്യേകത അതാണ്. നാരദനോടും കൂടി അഹം ധർമ്മസ്യ വക്താഹം കർത്ത തദനുമോദിത. 16,108 അന്തഃപുരത്തിൽ കയറി ഇറങ്ങിയപ്പോൾ പറഞ്ഞു നാരദ, ഞാൻ ധർമ്മം പറയൽ മാത്രമല്ല അത് അനുഷ്ഠിക്കലും കൂടി ഉണ്ട്. നീ വിഷമിക്കൊന്നും വേണ്ട. എന്നെ പരീക്ഷിച്ചു എന്ന് വിചാരിച്ചിട്ട് ദുഃഖിക്കേണ്ട. അത് കാണിച്ചു തരാൻ വേണ്ടി തന്നെ ഞാൻ തന്നെയല്ലേ നിന്നെ തോന്നിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് അതേപോലെ അനുഷ്ഠിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ പല സ്ഥലത്തും. സ്വയംഗത പാരമഹംസ്യ വൃത്തിം എന്നാണ്. വൃത്തിം അഥാ ജഡോന്മത്ത പിശാചചര്യാം. ജഡനായിട്ടും ഉന്മത്തമായിട്ടുള്ള അവസ്ഥ. ഒന്നിനെക്കുറിച്ചും പ്രപഞ്ചത്തിൽ ബോധമില്ലാത്ത അവസ്ഥ. ജഡനാവുക, ഉന്മത്ത അവസ്ഥയവ പിശാചചര്യാം. ചിലപ്പോൾ പിശാചികളുടെ ചര്യയെ അനുഷ്ഠിക്കും.
അതാണ് നല്ലത് ചീത്ത അതൊന്നും അവധൂതന്മാർക്കില്ല എന്നാണ്. ജഡോന്മത്ത പിശാചചര്യാം, ജഡനായിട്ടും ഉന്മത്തനായിട്ടും പിശാചിൻ്റെ ചര്യ അനുഷ്ഠിച്ച് കാട്ടിൽ തൻ്റെ ശരീരത്തെ ഉപേക്ഷിക്കുകയാണ്. നവാഭവൻ യോഗി വരാ നവാന്യേ, 100 മക്കളിൽ 9 ആൾക്കാർ നവയോഗികളായി. നവാന്യേത്വ അപാലയൻ, 9 ആൾക്കാർ ഭൂമിയെ പരിപാലിച്ചു. ഒരാളാവട്ടെ ഭരതനാണ്. അപ്പം 89 ഭാരതവർഷഖണ്ഡത്തെ പാലിച്ചു. ബാക്കിയുള്ള 81 ആൾക്കാർ സൈകാത്തു അശീതി 80 ഏക 1, 80 + 1 81. സൈകാത്തു അശീതി തവ ശേഷപുത്ര, ബാക്കി പുത്രന്മാർ തപോബലാത് ഭൂസുരഭൂയമീയു ബ്രാഹ്മണരായി. ഉക്താസുദേഭ്യോത മുനീന്ദ്രമധ്യേ, എല്ലാവർക്കും സതുപദേശങ്ങൾ കൊടുത്തു. ഏതൊക്കെ ഉപദേശങ്ങളുടെ പ്രധാന ഭാഗമാണ് വിരക്തി ഭക്തി അന്വിത മുക്തി മാർഗം. പ്രപഞ്ചത്തോടുള്ള വിരക്തി, ഭക്തി ഈശ്വരനോടുള്ള ഭക്തി. പ്രപഞ്ചത്തോട് വിരക്തി, ഈശ്വരനോട് ഭക്തി. തിരിച്ചാവരുത്. ഈശ്വരനോട് വിരക്തിയും പ്രപഞ്ചത്തോട് ഭക്തിയാണ് പലർക്കും അല്ലേ. നേരെ തിരിച്ചാ. വിരക്തി പ്രപഞ്ച കാര്യങ്ങളോടും, ഭക്തി ഈശ്വരനോടും. വിരക്തി ഭക്തി അന്വിത മുക്തി മാർഗം ഉപദേശിച്ചിട്ട് സ്വയം ഗത പാരമഹംസ്യവൃത്തിം, മുറുക്കണ്ടവിടെ, പാരമഹംസ്യവൃത്തി അനുഷ്ഠിച്ചിട്ട് അഥാ ജഡോന്മത്ത പിശാചചര്യാം, ജഡൻ ഉന്മത്തൻ പിശാച് എന്നിവരുടെ ചര്യാം അനുഷ്ഠിച്ചു എന്ന് പറഞ്ഞു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.